നമ്മൾ മൊഡ്യൂൾ 3ലേക്ക് പോവുകയാണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് എത്തിക്സ് ഇൻ സയൻസ് ആൻഡ് എത്തിക്സ് ആണ്. അപ്പം എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് ആക്ച്വലി പാർട്ട് ഓഫ് ദ ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് ദ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, നോംസ് ആൻഡ് റൂൾസ് വിച്ച് ഗവേൺ ഹ്യൂമൻ ക്യാരക്ടർ ആൻഡ് കണ്ടക്ട്. അപ്പം മനുഷ്യന്റെ സ്വഭാവവും അതുപോലെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്ന്, പെരുമാറ്റവും എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ഇതേ സ്റ്റാൻഡേർഡ് നമ്മൾ സയൻസ് എക്സ്പെരിമെന്റ് നടത്തുമ്പോഴും ഫോളോ ചെയ്യണം. അതിനെയാണ് നമ്മൾ സയൻസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് എത്തിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സോ ഇറ്റ് ഡീൽസ് വിത്ത് ദ വാല്യൂസ് ഓഫ് പെർട്ടൈനിങ് ടു ഹ്യൂമൻ കണ്ടക്ട് ആൻഡ് ഡിസ്ക്രിമിനേറ്റ്സ്. എന്താ വെച്ചാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ എത്തിക്സ് ഉള്ള ഒരാൾക്ക്. എന്താണ് റൈറ്റ്, റോങ്, അല്ലെ? എന്താണ് നല്ലത്, ചീത്ത, ഓക്കെ, എന്താണ് ജസ്റ്റിസ്, ഇൻജസ്റ്റിസ്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ മൈൻഡ് സെറ്റപ്പ് മാറുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും വി ആർ ഫോളോയിങ് ആൻ എത്തിക്സ് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി വേരിയിങ് വിത്ത് എ പേഴ്സൺ, ബട്ട് ജനറലി സ്പീക്കിംഗ് ആൻഡ് ദർ ഈസ് എ ജനറൽ നോംസ് ഓഫ് കണ്ടക്ട് ആൻഡ് ദാറ്റ്സ് വാട്ട് കോൾഡ് എത്തിക്സ്. ഇതേ എത്തിക്സ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം, ഒരു സയൻസ് എക്സ്പെരിമെന്റ് നടത്തുമ്പോഴും ഫോളോ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എത്തിക്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? It is a code of conduct to be observed by scientists and other practitioners of science. ഓക്കെ, അപ്പം സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സയന്റിസ്റ്റ് ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, റിസർച്ചേഴ്സ് ആയിക്കോട്ടെ, ആരായാലും അവർ ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ കോഡ് ഓഫ് കണ്ടക്റ്റിനെയാണ് നമ്മൾ സയൻസ് എത്തിക്സ് എന്ന് പറയുന്നത്. ആ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ എത്തിക്സിന്റെ ഡെഫിനേഷൻ എന്താണോ അത് തന്നെയാണ് ആ കോഡ് ഓഫ് കണ്ടക്ട്. ഓക്കെ, അതിന്റെ കൂടെ ചേരുന്ന കുറച്ച് സംഗതികളും കൂടെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആനിമൽ എത്തിക്സ്, എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് ആനിമലിനെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ എത്തിക്സ് ഫോളോ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ കണ്ടന്റും കൂടെ ഇതിലേക്ക് വരും എന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നോർമലി എന്താണോ എത്തിക്സ് അത് തന്നെയാണ് സയൻസ് എത്തിക്സും. ബട്ട് യു ഹാവ് ടു ഫോളോ ഡ്യൂറിങ് ദ എക്സ്പെരിമെന്റ് ഓൾസോ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. സോ ആസ് പെർ ദ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് സയൻസ്, ഇതിന്റെ എത്തിക്സിന്റെ പാർട്ടായിട്ടുള്ള സംഗതികൾ എന്ന് പറയുന്നത് ഹോണസ്റ്റി ഉണ്ട്, ഫ്രാങ്ക്നെസ് ഉണ്ട്, ഫെയർനെസ് ഉണ്ട്, റെസ്പെക്ട് ഉണ്ട്, കൊളാബറേഷൻ ഉണ്ട്, ലോയൽറ്റി ഉണ്ട്. ഇതൊക്കെ എന്താണ് എത്തിക്സിന്റെ, സയൻസ് എത്തിക്സിന്റെ കാർഡിനൽ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു 4-5 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ കാർഡിനൽ പോയിന്റ്സ് ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് സയൻസ് എത്തിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു യൂണിറ്റിൽ, മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഡെപ്പോസിറ്ററീസ് ഓഫ് സയൻസ് ഇൻഫർമേഷൻ, രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാനുള്ളത് ഷെയറിംഗ് ഓഫ് നോളജ്, മൂന്നാമത്തെ കമ്പോണന്റ് ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി, നാലാമത്തെ കമ്പോണന്റ് പബ്ലിക്കേഷൻസ്, പേറ്റന്റ്സ് ആൻഡ് പ്ലാഗ്യറിസം, ആൻഡ് ദെൻ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് ആനിമൽ എത്തിക്സ് ആണ്. ഇതിൽ ഡിഫറെന്റ് ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ടും അതുപോലെ തന്നെ ആനിമൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ബോഡീനെ കുറിച്ചും മെൻഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് 2 കണ്ടന്റ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യില്ല, കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അതിന് വലിയ കാര്യമായിട്ടുള്ള റോൾ ഇല്ല എന്നതുകൊണ്ടാണ് അത് ഡിസ്കസ് ചെയ്യാത്തത്. അത് ഷെയറിംഗ് ഓഫ് നോളജും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദി ഓഫ്ലൈൻ ക്ലാസ്. അപ്പൊ നമ്മൾ നേരെ ഒന്നാമത്തെ കമ്പോണന്റിലേക്ക് പോവാണ്. എന്താണ് ഒന്നാമത്തെ കമ്പോണന്റ്? ഡെപ്പോസിറ്ററീസ് ഓഫ് സയന്റിഫിക് ഇൻഫർമേഷൻ എന്നാണ്. എന്താണ് ഡെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ സയൻസ് ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ സയൻസിന്റെ ബേസിൽ ഒരു ഒബ്സർവേഷൻ നടത്തുമ്പോൾ ആ ഒബ്സർവേഷനൊക്കെ നമുക്ക് അടുത്ത ആൾക്ക് കൂടെ അവൈലബിൾ ആവുന്ന തരത്തിൽ നമ്മളത് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു ഇടത്തിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത ഒരു സംഗതി ആവാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ 1-2 ഒബ്സർവേഷൻസ്, പലരുടെയും ഒബ്സർവേഷൻസ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് ആവാം. ഇതൊക്കെ നമുക്ക് ബാക്കിയുള്ളവർക്കും അവൈലബിൾ ആക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഈ സൂക്ഷിച്ചു വെക്കുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഇടത്തിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദ ഡെപ്പോസിറ്ററീസ് ഓർ സോഴ്സസ് ഓഫ് സയന്റിഫിക് ഇൻഫർമേഷൻ റെപ്രസെന്റ് ഡിഫറെന്റ് സയന്റിഫിക് റിസോഴ്സസ് ദാറ്റ് ആർ അവൈലബിൾ ടു ബി യൂസ്ഡ് ഫോർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. It can be grouped into primary, secondary and digital resources. Tertiary എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഭാസ്കരൻ സാറിന്റെ ബുക്കിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് പ്രൈമറി, സെക്കൻഡറി മാത്രം എടുത്തേക്കുന്നത്. ബിക്കോസ് യുവർ സിലബസ് ഈസ് ടോക്കിംഗ് അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓൺലി. ഓക്കെ, അപ്പം ടെറിഷറി ആണെങ്കിലും അത് സെക്കൻഡറി തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാം.
എന്താണ് ടെറിഷറി ആയിട്ട് കൗണ്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഭാസ്കരൻ സാറിന്റെ ബുക്ക് ഒന്ന് നോക്കുക. ഓക്കെ, എന്താ പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അത് ആരാണോ അത് ചെയ്തത് അത് അയാൾ പബ്ലിഷ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൽ നിന്ന് നേരിട്ട് കിട്ടുക. അപ്പൊ ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ജേണലിലേക്കായിരിക്കും. ആ ജേണലിന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്റെ വർക്ക് പോലെയുള്ള ഒരുപാട് വർക്കുകൾ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് വേറൊരാള് ഒരു റിവ്യൂ എഴുതുന്നു. ഞാൻ വർക്ക് ചെയ്ത ടോപ്പിക്കും അതുപോലെ ഞാൻ വർക്ക് ചെയ്ത ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പല ടോപ്പിക്കുകളിലും പലരും വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ വർക്കൊക്കെ വെച്ചിട്ട് ഒരു ടോട്ടൽ റിവ്യൂ ഒരാൾ എഴുതുകയാണെങ്കിൽ ആ റിവ്യൂ പബ്ലിഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഡാറ്റയെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം ഈ റിവ്യൂ ഡാറ്റ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതുന്നു ഒരാൾ. ഓക്കെ, ആ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പല പ്രൈമറി സോഴ്സിലുള്ള ഡാറ്റയും അയാൾ പരിശോധിച്ച് കോപ്പി ചെയ്യപ്പെടുന്നുണ്ട്. അതായത് കോപ്പി ചെയ്യുക എന്ന് പറയുമ്പോൾ വിത്തൗട്ട് പ്ലാജറിസം. ഓക്കെ, വിത്ത് പെർമിഷൻ കോപ്പി ചെയ്യാണ്, വിത്ത് കോർട്ട് ആരാണ് ചെയ്തത് എന്ന് കൃത്യമായി പറഞ്ഞതുകൊണ്ട് എഴുതുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതെന്തായി? സെക്കൻഡറി സോഴ്സസ് ആയി. ഓക്കെ, പ്രൈമറി സോഴ്സ് ആയാലും സെക്കൻഡറി സോഴ്സ് ആയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹാർഡ് കോപ്പിയും കിട്ടും, അതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പിയും കിട്ടും. ഈ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഡിജിറ്റൽ ഡോക്യുമെന്റ് ആയിട്ട് ഇത് എവിടെയെങ്കിലും കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസോഴ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സോഴ്സസ് എന്ന് പറയുന്നത്. നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഡെപ്പോസിറ്ററീസ് ഓഫ് സയന്റിഫിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് സയൻസ് ഇൻഫോർമേഷൻ എന്തൊക്കെയുണ്ടോ അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഇടത്തിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രൈമറി എന്ന് പറയുമ്പോൾ ആരാണോ ആ വർക്ക് ചെയ്തത് അയാൾ തന്നെ പബ്ലിഷ് ചെയ്ത് നേരിട്ടുള്ള ഡാറ്റയെയാണ് നമ്മൾ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഒരാള് ചെയ്ത വർക്ക് വേറൊരാൾ ചെയ്ത വർക്ക്, അങ്ങനെ കുറെ വർക്കുകൾ ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് വേറൊരാൾ അതിന് റിപ്പോർട്ടായിട്ട് എഴുതുകയാണ്. ഓക്കെ, വിത്തൗട്ട് എനി പ്ലാജറിസം ഓർ വിത്തൗട്ട് എനി ഇല്ലീഗൽ ആക്ട്. അപ്പം ആ സമയത്ത് ആ ഡാറ്റയെയാണ് നമ്മൾ സെക്കൻഡറി റിസോഴ്സസ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ പ്രൈമറി റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന സോഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് വിളിക്കുക. ഇനി പ്രൈമറി സോഴ്സ് ആയാലും സെക്കൻഡറി സോഴ്സ് ആയാലും രണ്ട് ഫോമിലാണ് നമുക്ക് അവൈലബിൾ ആവുക. ഒന്ന് ഹാർഡ് കോപ്പി ഫോമിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കായിട്ട് നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, ഹാർഡ് കോപ്പി ഫോമിൽ കിട്ടാം. ഇല്ലെങ്കിലോ നമുക്ക് സാധാരണയായിട്ട് കിട്ടാറ് എങ്ങനെയാണ്? ഓൺലൈൻ സോഫ്റ്റ് കോപ്പി ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, സോഫ്റ്റ് കോപ്പി ഫോമിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് രണ്ടെണ്ണം ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ അങ്ങനെയുള്ള സോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു ഹാർഡ് കോപ്പി പോലെ സോഫ്റ്റ് കോപ്പി എന്ന് പറയുമ്പോൾ CD-യിലോ അല്ലെങ്കിൽ പെൻ ഡ്രൈവിലോ ഒക്കെ കിട്ടുകയാണ്. ഇങ്ങനെയുള്ള റിസോഴ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം digital source, it can be primary or secondary, which is available online or which is available in the soft form, okay, or digital format. That is known as the digital sources. Clear ആണല്ലോ? അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിലൂടെ പോയി നോക്കാം. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്, പ്രൈമറി സോഴ്സസ് ആർ ദ ഫസ്റ്റ് റിപ്പോർട്ട്സ് ഓഫ് ഒറിജിനൽ ഫൈൻഡിങ്സ് and ideas. They may be prints or digitals and include peer-reviewed research papers published in scholarly journals or periodicals. Or നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതല്ല, ജേണൽസ് സയൻസ്, നേച്ചർ ഉണ്ട്, കറന്റ് സയൻസ് ഉണ്ട്, എൻഡമോന്ന് പറഞ്ഞിട്ട് എൻഡമോളജിന്റെ ജേണൽ ഉണ്ട്, ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, എക്സെട്ര. ഒരുപാട് ജേണൽസ് നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഡെസേർട്ടേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PhD-യുടെ തീസീസ് അല്ലെങ്കിൽ ഈവൻ MPhil-ന്റെ തീസീസ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കോൺഫറൻസ് നടന്നു കഴിഞ്ഞാൽ ആ കോൺഫറൻസിൽ പ്രസന്റ് ചെയ്തേക്കുന്ന റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പ്രൊസീഡിങ്സ് ആയിട്ട് ഇറക്കും. അതൊക്കെ എന്താണ്? പ്രൈമറി സോഴ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ എത്തിക്കൽ പ്രാക്ടീസ്. ഇതിന്റെ എത്തിക്സ് എന്താണെന്ന് നമ്മൾ, കാരണം എത്തിക്സിന്റെ ഒരു അടിയിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എത്തിക്സ് എന്നത്? അപ്പം ഒരു എത്തിക്സ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, നമ്മൾ ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഭാവി തലമുറക്ക് വേണ്ടിയിട്ട് നമ്മളത് ഷെയർ ചെയ്യണം. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന ഒരു എത്തിക്സ്. അപ്പം ആരെങ്കിലും നമ്മളോട് ആ ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പേപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എത്തിക്കുക എന്നുള്ളത് നമ്മൾ എത്തിക്സിന്റെ പാർട്ടാണ്, ഒരു സയൻസ് എത്തിക്സിന്റെ പാർട്ടാണ്. അതാണ് ഈ പോയിന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എത്തിക്കൽ പ്രാക്ടീസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഓതേഴ്സ് ടു പ്രൊവൈഡ് റീപ്രിന്റ്സ് ഓഫ് റിസർച്ച് പേപ്പേഴ്സ് ടു ദോസ് ഹു റിക്വസ്റ്റ് ഫോർ ദം. ഇപ്പൊ എനിക്കിപ്പം പബ്ലിഷ് ചെയ്യാം, എനിക്ക് പബ്ലിഷ് ചെയ്തിട്ടും എന്റെ കയ്യിൽ ഇപ്പൊ അത് ഡാറ്റ ഇല്ല, കുറച്ച് പഴയ പേപ്പർ ആയിരുന്നു, എന്റെ കയ്യിൽ തപ്പിയിട്ട് കാണുന്നില്ല എന്ന അവസ്ഥ വരുമ്പോൾ ആ പേപ്പർ കിട്ടുന്ന വേറൊരു ഇടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയെങ്കിലും വേണം. ഓക്കെ, അതാണ് ഈ രണ്ടാമത്തെ സെന്റൻസ് പറയുന്നത്. ഈ ഫ്രീ പ്രിന്റ്സ് ആർ നോട്ട് അവൈലബിൾ വിത്ത് ദ ഓതേഴ്സ്, ദ സെയിം മേ ബി കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് എ പോസിബിൾ സോഴ്സ് ഈസ് സജസ്റ്റഡ്.
ഓക്കെ, ഇപ്പോൾ ഒരു ഗുഡ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യൻ നാഷണൽ സയന്റിഫിക് ഡോക്യുമെന്റേഷൻ സെന്റർ, CSIR കീഴിൽ വരുന്നതാണ് കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. നമ്മൾ CSIR JRF നെറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നെറ്റ് JRF നടത്താനുള്ള ബോഡിയല്ല CSIR എന്നുള്ളത് ഓർക്കുക, ഇന്ത്യയിലെ സയന്റിഫിക് ബോഡിയാണ്. ഓക്കെ, അവർ ആ ബോഡിയാണ് ഫെലോഷിപ്പ് കൊടുക്കുന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് CSIR JRF എന്നുള്ള പറയുന്നത്. ഓക്കെ, അപ്പം അവരുടെ കീഴിൽ വരുന്ന ഒരു ഡോക്യുമെന്റേഷൻ സെന്റർ ആണ് ഇന്ത്യൻ നാഷണൽ സയന്റിഫിക് ഡോക്യുമെന്റേഷൻ സെന്റർ, INSDOC. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ് പ്രൈമറി റിസോഴ്സിന് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സിന് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് ഡെപ്പോസിറ്ററിക്ക് ഒരു എക്സാമ്പിൾ ആണ് INSDOC എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ സർവീസസ് ബോത്ത് അറ്റ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ. അപ്പോൾ ഒരു അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് ഇന്ത്യയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കൃത്യമായിട്ട് നടക്കുന്ന എല്ലാ PhD തീസീസുകളും UGCയുടെ ഇൻഫ്ലിബ്നെറ്റിൽ അവൈലബിൾ ആയിട്ട് വരും. അങ്ങനെയുള്ള എല്ലാ തീസീസും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഉണ്ടാവും, അതുപോലെ തന്നെ UGCയുടെ സൈറ്റിലും ഉണ്ടാവും. ഇതും ഒരു പ്രൈമറി സോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Okay, so another example is the PhD thesis available for references in all university libraries at mandatory to deposit a copy of the dissertation in the library. അപ്പം ഇതൊരു പ്രൈമറി സോഴ്സ് ആണ്. ഇതിപ്പോൾ ഹാർഡ് കോപ്പിയാണ് പറയുന്നത്, ഇൻഫ്ലിബ്നെറ്റിൽ കിട്ടുന്നത് ഒരു സോഫ്റ്റ് കോപ്പിയാണ്. നമ്മൾ സെക്കൻഡറി സോഴ്സസിലേക്ക് വരികയാണെങ്കിലോ, ഞാൻ പറഞ്ഞു പ്രൈമറി സോഴ്സിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പുതിയൊരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സോഴ്സസ് ഇൻക്ലൂഡ് ജനറൽ വർക്ക്സ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ പ്രൈമറി സോഴ്സസ് ആൻഡ് ആക്സസിബിൾ ആസ് എ പ്രൈമറി സോഴ്സസ്. അപ്പൊ പ്രൈമറി സോഴ്സ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വലി അത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തത്? പ്രൈമറി സോഴ്സ് ജനറേറ്റ് ചെയ്യുക, അതുകൊണ്ടാണ് അതിനെ സെക്കൻഡറി സോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ദേ മേ ബി പ്രിന്റ്സ്, ഡിജിറ്റൽസ് ഓർ ഇൻക്ലൂഡ് ഒന്ന് റിവ്യൂ പേപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞു റിവ്യൂ പേപ്പർ. ഇപ്പം ഒന്നിൽ കൂടുതൽ പ്രൈമറി പേപ്പേഴ്സുകളെ സമ്മറൈസ് ചെയ്യപ്പെടുന്ന റിവ്യൂ പേപ്പേഴ്സ് ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇപ്പം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് സെക്കൻഡറി സോഴ്സ് ആണ്, അല്ലെങ്കിൽ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സ് ആണ്. അതുപോലെ സയന്റിഫിക് ഡിക്ഷണറി, ഹാൻഡ് ബുക്ക്, സയൻസ് മാഗസിൻ, ഇതൊക്കെ ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ്. അപ്പം അതിൽ എഴുതിയേക്കുന്ന കണ്ടന്റ് ഒക്കെ എവിടുന്നാണ് വരുന്നത്? ഫ്രം ദ പ്രൈമറി സോഴ്സ് ആണ് അവർ ആ എഴുതിയേക്കുന്നത്. കണ്ടന്റ് ഒക്കെ പ്രൈമറി സോഴ്സ് റെഫർ ചെയ്തുകൊണ്ടാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാഗസിൻസിനെയും ഹാൻഡ് ബുക്കിനെയും റിവ്യൂ ആർട്ടിക്കിളിനെയൊക്കെ നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, മൂന്നാമത്തെ പാർട്ടാണ് ഡിജിറ്റൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിജിറ്റൽ സോഴ്സിൽ പ്രൈമറി സെക്കൻഡറി എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് സംഭവങ്ങളും ഇങ്ങനെ പറയുന്ന സയന്റിഫിക് ഇൻഫർമേഷൻസും ഡിജിറ്റലി ഫോർമാറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ആ ഒരു സോഴ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സോഴ്സസ് എന്ന് വിളിക്കുന്നത്. സോ സയന്റിഫിക് ഇൻഫർമേഷൻ ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ എ ഡിജിറ്റൽ ഫോർമാറ്റ് is called digital sources. It could be either in the form of CD-ROM or as online sources. അപ്പം ഇൻഫ്ലിബ്നെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ INSDOC എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? ഡിജിറ്റൽ സോഴ്സും കൂടിയാണ്. ഇറ്റ്സ് എ പ്രൈമറി സോഴ്സ് ആസ് വെൽ ആസ് ദി ഡിജിറ്റൽ സോഴ്സ്. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് ഡെപ്പോസിറ്ററീസിനെ കുറിച്ചും ഓഫ് സയന്റിഫിക് ഇൻഫർമേഷനെ കുറിച്ചും പറയാനുള്ളത്. അതുപോലെ എത്തിക്സ് ഇൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻ, പേറ്റന്റ്, പ്ലാജിയറിസം എന്ന് പറയുന്നത്. അപ്പം ഇത് എത്ര മാർക്കിന് ചോദ്യം ചോദിക്കും? ഈ ഒരു പാർട്ട് A കമ്പോണന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയ 5 മാർക്കിന്. ഓക്കെ, പ്രൈമറി സോഴ്സ്, ഡിജിറ്റൽ സോഴ്സ്, സെക്കൻഡറി സോഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് എന്താണെന്ന് 2 മാർക്കിന്, സെക്കൻഡറി സോഴ്സ് എന്താണെന്ന് 2 മാർക്കിന് വിത്ത് എക്സാമ്പിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, മാക്സിമം 5 മാർക്കിനാണ്. 5 മാർക്കിന് ചോദിക്കുമ്പോൾ ഇതായിരിക്കും ക്വസ്റ്റ്യൻ. Depositories of scientific information. Give a brief description of depositories of scientific information. 5 മാർക്കിന് ചോദിക്കാം. ഇതിലുള്ള ഇൻഡിവിജ്വൽ കമ്പോണന്റ് പ്രൈമറി സോഴ്സ് 2 മാർക്കിന് ചോദിക്കാം, സെക്കൻഡറി 2 മാർക്കിന് ചോദിക്കാം, ഡിജിറ്റൽ 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഇനി ഡെപ്പോസിറ്ററീസ് തന്നെ 2 മാർക്കിന് ചോദിക്കാം. പക്ഷെ നിങ്ങൾ ഷോർട്ട് ആയിട്ട് പ്രൈമറിയും സെക്കൻഡറിയും എഴുതി കഴിഞ്ഞാൽ മതി. ക്ലിയർ ആണല്ലോ? സോ വിൽ ബി സീയിങ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.